ബഹുമാന്യനായ യാസിർ മൗലവി അദ്ദേഹത്തിന്റെ വിഷയാവതരണത്തിന്റെ തുടക്കത്തിൽ ചെയ്തിട്ടുള്ള പണി എന്താണെന്ന് വെച്ചാൽ, ഒരു മസ്അല ചർച്ച ചെയ്യുമ്പോൾ അതിന്റെ ഏറ്റവും അടിസ്ഥാന പ്രമാണങ്ങളായി അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് സ്വീകരിച്ചു വരുന്ന ഹദീസുകളെ മാറ്റി നിർത്തിക്കൊണ്ട് ഫുറൂഇയായ വിഷയങ്ങൾ ചർച്ചയാക്കുന്ന സമയത്ത് പണ്ഡിതന്മാര് തെളിവായി എടുത്തിട്ടുള്ള ഒരു ഹദീസിനെ അടിസ്ഥാന നിയമമാക്കിയിരിക്കുന്നു, അതിനെ അസിലാക്കി മാറ്റിയിരിക്കുന്നു. അതെങ്ങനെയാണ്? അസ്സൗമു യൗമ തസൂമൂൻ, നിങ്ങൾ നോമ്പെടുക്കുന്ന ദിവസത്തിലാകുന്നു നോമ്പ്. അൽ ഫിത്രു യൗമ തുഫ്തിറൂൻ, നിങ്ങൾ നോമ്പ് മുറിക്കുന്ന പെരുന്നാൾ ആഘോഷിക്കുന്ന ദിവസത്തിലാകുന്നു പെരുന്നാള്. അൽ അൽഹാ യൗമ തുലഹൂൻ, നിങ്ങൾ ഉൽഹിയത്ത് നിർവഹിക്കുന്ന ദിവസത്തിലാകുന്നു ഈദുൽ അൽഹ. അൽ അറഫ യൗമ തുഅരിഫൂൻ, നിങ്ങൾ അറഫയാക്കുന്ന ദിവസത്തിലാകുന്നു നിങ്ങൾക്ക് അറഫ എന്ന് പറയുന്ന ഹദീസ. അത് വ്യത്യസ്തങ്ങളായ പരമ്പരയിലൂടെ വന്നിട്ടുള്ള ഹദീസാണ്. ഈ ഹദീസിനെ പൊക്കിപ്പിടിച്ചുകൊണ്ട് ജമാഅത്തിന്റെ കൂടെയാകുന്നു പെരുന്നാൾ ആഘോഷിക്കേണ്ടത്, ജമാഅത്തിന്റെ കൂടെയാകുന്നു ഈ നോമ്പ് അനുഷ്ഠിക്കേണ്ടത് എന്നുള്ള ഒരു നിലപാട് കൊണ്ടുവരികയും അതിനെ എതിര് പ്രവർത്തിക്കുന്നവരായ ആളുകളൊക്കെ കുറ്റക്കാരാകുന്നു എന്ന നിലയ്ക്ക് സംസാരിക്കുകയുമാണ് അദ്ദേഹം ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ അമ്പലക്കുളത്തിന്റെ മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്, അഹിന്ദുക്കൾക്ക് കുളിക്കാൻ പറ്റുകയില്ല എന്ന് എഴുതി വെച്ച ആ ബോർഡ് കൊണ്ടുപോയി നേരെ പള്ളിക്കുളത്തിൽ കൊണ്ടുപോയി വെച്ചാൽ എങ്ങനെ ഉണ്ടാകും എന്നതുപോലെയുള്ള ഒരു അവസ്ഥയാണ് യഥാർത്ഥത്തിൽ യാസിർ മൗലവി ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. ഈ പറഞ്ഞ സംഗതികളൊക്കെയും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കന്മാർ വിശദീകരിച്ച ഒരു പശ്ചാത്തലമുണ്ട്. അതെന്താണ്? ഇസ്ലാമികമായ ഭരണ സംവിധാനങ്ങൾ നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ഭരണാധികാരിയായ ഖാദിയുടെ പ്രഖ്യാപനത്തിന് വിരുദ്ധമായി വേറിട്ട് പെരുന്നാളും നോമ്പും ആചരിക്കാൻ ഒരാൾക്ക് അവകാശമില്ല. ഇത് ഇവിടെ ആർക്കും തർക്കമുള്ള കാര്യമല്ല യാസിർ മൗലവി. ഇങ്ങനൊരു വിഷയം ഇവിടെ തർക്ക വിഷയമേ അല്ല. അതിന് നിങ്ങൾ ശൈഖുൽ ഇസ്ലാമിനെ ഉദ്ധരിക്കേണ്ടതില്ല, അതിന് ഇമാം തുർമദിയെ ഉദ്ധരിക്കേണ്ടതില്ല. ആ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം തുർമദി പറഞ്ഞിട്ടുള്ള വാചകം നിങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇന്നമാ മഅനാ ഹാദാ, ഈ ഹദീസിന്റെ താല്പര്യം എന്തെന്നാൽ അസ്സൗമു വൽ ഫിത്റു മഅൽ ജമാഅ, നോമ്പെടുക്കേണ്ടതും പെരുന്നാൾ ആഘോഷിക്കേണ്ടതും ജമാഅത്തിനോട് കൂടെയാണ്. വൈദമുന്നാസ്, ഭൂരിപക്ഷ ജനസമൂഹത്തിനോടൊപ്പമാണ് പെരുന്നാളും നോമ്പ് എടുക്കേണ്ടത് എന്ന ആശയം ഇതിൽ നിന്ന് കിട്ടും. ആയിക്കോട്ടെ, അങ്ങനെ തന്നെ വേണ്ടത്, ഞങ്ങൾക്കതിൽ തർക്കമേ ഇല്ല. ഇനി ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയോട് ചോദിച്ചു, ഒരു നാട്ടിൽ ഒന്നോ രണ്ടോ ആൾക്കാർ മാസപ്പിറവി കാണുന്നു, ആ മാസപ്പിറവി അംഗീകരിക്കപ്പെട്ടിട്ടില്ല, ആ രാജ്യത്തിലെ ഭരണാധികാരിയുടെ തീരുമാനപ്രകാരം വേറൊരു ദിവസത്തിലാണ് നോമ്പും പെരുന്നാളും ആകുന്നതെങ്കിൽ എന്താണ് അയാൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അതിന് വ്യത്യസ്തങ്ങളായ മറുപടി ഉണ്ട്. ആ മറുപടിയിൽ അദ്ദേഹം പറയുന്നത് യസൂമു മഅന്നാസി വ യുഫ്തിറു മഅന്നാസ്, അയാൾ ജനങ്ങളോടൊപ്പം നോമ്പെടുക്കണം, ജനങ്ങളോട് കൂടി പെരുന്നാൾ ആഘോഷിക്കണം. വഹാദാ അൽഹറുൽ അഖ്വാൽ, പണ്ഡിതന്മാരുടെ വീക്ഷണങ്ങളിൽ ഏറ്റവും അൽഹർ ആയിട്ടുള്ള ഇതാകുന്നു എന്ന് വെച്ചാൽ വേറെയും അഭിപ്രായമുണ്ട് എന്ന് അതിന് കിട്ടി. എന്നിട്ട് അതിന് തെളിവെടുക്കുന്നത് എന്താണ്? സൗമുക്കും യൗമ തസൂമൂൻ, നിങ്ങൾ നോമ്പെടുക്കേണ്ടത് നിങ്ങൾ നോമ്പെടുക്കുന്ന ദിവസത്തിലാകുന്നു. നിങ്ങളുടെ നോമ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോമ്പെടുക്കുന്ന ദിവസത്തിലാകുന്നു എന്ന ഹദീസാണ്. അപ്പൊ ഈ ഹദീസ് എന്ന് പറയുന്നത് ഒരു അടിസ്ഥാന മസ്അല ചർച്ച ചെയ്യുന്ന വേദിയിലല്ല. ഈ പണ്ഡിതന്മാർ ഈ ഹദീസ് കൊണ്ടുവന്നത് ജനങ്ങൾ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ പെരുന്നാൾ ആഘോഷിക്കണം, ജനങ്ങൾ നോമ്പെടുക്കുമ്പോൾ നോമ്പെടുക്കണം എന്ന് പറയുന്ന ഹദീസ് ഒരു അസ്ലായി സ്വീകരിച്ചുകൊണ്ട് അതിന്റെ പിന്നാലെ പോകണം എന്നതല്ല. നോമ്പ് എടുക്കേണ്ടത് എന്നാണ് അത് ആദ്യം തീരുമാനിക്കണ്ടേ. നോമ്പ് എടുക്കണമെങ്കിൽ എന്ത് വേണം? നിങ്ങൾ നോമ്പെടുക്കുന്ന ദിവസത്തിലാണ് നോമ്പ്, നിങ്ങൾ പെരുന്നാൾ ആഘോഷിക്കുന്ന ദിവസത്തിലാണ് പെരുന്നാൾ എന്ന് പറയണമെങ്കിൽ എന്ത് വേണം? പെരുന്നാൾ നിങ്ങൾ ആക്കേണ്ടതിന് അടിസ്ഥാനം വേണ്ടേ? ആ അടിസ്ഥാനം എന്താണ്? സൂമൂലി റുയത്തിഹി വാഫ്തിറു റുയത്തിഹി, നിങ്ങൾ കണ്ടാൽ നോമ്പെടുക്കുക, കണ്ടാൽ നോമ്പ് മുറിക്കുക. അതാണ് റസൂലുള്ളാഹിന്റെ കൽപ്പന. അതിന്റെ ബേസിലാകുന്നു നോമ്പും പെരുന്നാളും ഉണ്ടാകേണ്ടത്. അമൻ ശഹീദ മിൻകുമു ശഹ്റ ഫൽയസുംഹു എന്ന ഖുർആന്റെ കൽപ്പനക്കനുസരിച്ചാണ് ഒരു നാട്ടിൽ നോമ്പും പെരുന്നാളും ഉണ്ടാകേണ്ടത്. എന്നാൽ ഈ പറയുന്ന അടിസ്ഥാനത്തിൽ നിന്നും ഭരണാധികാരികൾക്ക് നോമ്പും പെരുന്നാളും ഉറപ്പിക്കുന്ന വിഷയത്തിൽ തെറ്റ് സംഭവിച്ചാൽ, പിഴവ് സംഭവിച്ചാൽ അവിടെയാകുന്നു ഈ ഹദീസ് ചർച്ചാ വിഷയമായിട്ടുള്ളത്. യാസിർ മൗലവി, നിങ്ങൾ ആ വിഷയം പാടെ വിട്ടുകളിച്ച ആളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് സത്യത്തിൽ ചെയ്യുന്നത്. ഞാൻ ഈ പറഞ്ഞ വാദം തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള ഉദ്ധരണികളാണ് ഞാൻ ഇവിടെ കൊണ്ടുവരുന്നത്. പണ്ഡിതന്മാർക്ക്, അതായത് ഇസ്ലാമിക ഭരണകൂടങ്ങൾ ഉള്ള നാട്ടിലെ ഖാലിമാര് നോമ്പും പെരുന്നാളും ഉറപ്പിക്കുന്ന വിഷയത്തിൽ അവർക്ക് തെറ്റോ പിഴവോ സംഭവിച്ചതിന്റെ പേരിൽ സമൂഹത്തിന് കുറ്റമില്ല. കാരണം ജനങ്ങൾ എന്നാണോ പെരുന്നാൾ ആഘോഷിക്കുന്നത് അന്ന് നടത്തിയാൽ മതി, ജനങ്ങൾ എന്നാണോ നോമ്പെടുക്കുന്നത് അന്ന് നോമ്പെടുത്താൽ മതി. അതിൽ കാഴ്ചയിലോ കണക്കിലോ അതല്ലെങ്കിൽ തീരുമാനിക്കുന്ന വിഷയത്തിലോ തെറ്റ് സംഭവിച്ചാലും നിങ്ങൾക്ക് പ്രശ്നമില്ല
എന്ന് പറയാൻ വേണ്ടിയാണ് ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് ഒരുപാട് ആലിമീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമതായി ഞാൻ ഇവിടെ ഉദ്ധരിക്കുന്നത് ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ റഹിമഹുല്ലയാണ്. യാസിർ മൗലവിക്ക് പരിചയമുള്ള ആളാണല്ലോ, ഞാൻ ഉദ്ധരിക്കാം അദ്ദേഹം എന്താണ് പറഞ്ഞത് എന്ന്. ഖാല ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറഞ്ഞു, വഖാലൽ ഖത്താബി ഫീ മഅനൽ ഹദീസ്, ഈ ഹദീസിന്റെ ആശയത്തെ സംബന്ധിച്ച് ഇമാം ഖത്താബി പറഞ്ഞിട്ടുണ്ട് എന്ന്. എന്താ ഇമാം ഖത്താബി പറഞ്ഞത്? ഇന്നൽ ഖതഅ മർഫൂഉൻ അനിന്നാസ് ഫീമാ കാന സബീലുൽ ഇജ്തിഹാദ്. ഒരു ഇജ്തിഹാദിന്റെ വഴിയിലൂടെ ജനങ്ങൾക്ക് തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അവരിൽ നിന്നും തെറ്റ് ഉയർത്തപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അവർക്ക് തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അവരിൽ നിന്ന് ഉയർത്തപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഫലൗ അന്ന എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? ഫലൗ അന്ന ഖൗമൻ ഇജ്തഹദു, ഒരു ജനവിഭാഗം പരിശ്രമിച്ചു, ഫലം യറൗ അൽ ഹിലാല, അവർക്ക് ഹിലാല് കാണാൻ കഴിഞ്ഞില്ല, അവർ പോയി നോക്കി പക്ഷേ ഹിലാല് കണ്ടില്ല. ഇല്ലാ ബഅദ 30 കഴിഞ്ഞതിന് ശേഷമല്ലാതെ അവർ കണ്ടില്ല. ഫലം യുഫ്തിറു ഹത്താ ഇസ്തൗഫൗ അൽ അദദ, എണ്ണം പൂർത്തിയാക്കുവോളം അവർ എന്ത് ചെയ്തില്ല? പെരുന്നാൾ ആഘോഷിച്ചില്ല. സുമ്മ സബത ഇൻദഹും, പിന്നീട് അവർക്ക് വ്യക്തമായി അന്ന ശഹ്റ കാന 29, യഥാർത്ഥത്തിൽ മാസം 29 ഉണ്ടായിരുന്നുള്ളൂ. ഫൈന്ന സൗമഹും വഫിത്രഹും മാലിൻ, പക്ഷേ അവരുടെ അപ്പോഴേക്കും തിരിച്ചറിവുണ്ടായപ്പോഴേക്കും അവരുടെ നോമ്പും പെരുന്നാളും കഴിഞ്ഞിട്ടുണ്ട്. നോമ്പും പെരുന്നാളും കഴിഞ്ഞതിന് ശേഷമാണ് അവർക്ക് മനസ്സിലാകുന്നത് യഥാർത്ഥത്തിൽ 30 ഇല്ല, 29 മാസം ഉണ്ടായിരുന്നുള്ളൂ എന്ന കാര്യം അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ലാ ശൈഅ അലൈഹിം, അവരുടെ മേൽ അതിന്റെ പേരിൽ ഒരു കുറ്റവുമില്ല. മിൻ വിസ്രിൻ ഔ അനതിൻ, അവർക്ക് എന്തെങ്കിലും അതിന്റെ പേരിൽ വിസ്റോ അനത്തോ ഇല്ല. വകദാലിക ഫിൽ ഹജ്ജി, അതേപോലെ തന്നെയാണ് ഹജ്ജിന്റെ കാര്യവും. ഇദാ അഖ്തഹു യൗമ അറഫ, അറഫാ ദിവസത്തിൽ അവർക്ക് തെറ്റ് സംഭവിച്ചാൽ, എന്ന് വെച്ചാൽ അറഫാ ദിവസം 9-ാം തീയതിയാണ്, ദുൽഹജ്ജ് 9-നാണ് അറഫ. മാസം തെറ്റിയതിന്റെ പേരിൽ എട്ടാമത്തെ ദിവസത്തിലായി അല്ലെങ്കിൽ 10-ാമത്തെ ദിവസത്തിലായി മാറി എന്ന് വെക്കുക. അങ്ങനെ തെറ്റ് സംഭവിച്ചാൽ ലൈസ അലൈഹിം ഇആദ, ആ തെറ്റിന്റെ പേരിൽ അവർ രണ്ടാമത് ഹജ്ജ് ചെയ്യേണ്ടതില്ല. ഇതാകുന്നു ഈ ഹദീസിന്റെ ആശയം. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഖത്താബി പറഞ്ഞത് ഉദ്ധരിച്ച് ഇമാം ഇബ്നു ഖയ്യിമുൽ ജൗസിയ റഹിമഹുല്ല വിശദീകരിച്ചതാണത്. ഹാസിയത്ത് ഇബ്നുൽ ഖയ്യിം അലാ സുനനി അബീ ദാവൂദ് എന്ന ഗ്രന്ഥത്തിന്റെ 6-ാം വാള്യം 317-ാമത്തെ പേജിൽ ഈ പറഞ്ഞ സംഭവമുണ്ട്. അപ്പൊ എന്താണ് ഉലമാക്കന്മാർ ഈ ഹദീസിനെ മനസ്സിലാക്കിയത്? മാസം കണ്ടാൽ തെറ്റ് സംഭവിച്ചു, തെറ്റ് സംഭവിച്ചാലും ആ തെറ്റിന്റെ അടിസ്ഥാനത്തിൽ അവർ നോമ്പെടുക്കുകയോ അറഫാ ദിനം നിശ്ചയിക്കുകയോ ചെയ്തു കഴിഞ്ഞാലും പ്രശ്നമില്ല, അവരുടെ ഹജ്ജിനെ അത് ബാധിക്കുകയില്ല എന്ന കാര്യം പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഹദീസ് പണ്ഡിതന്മാർ കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി ഞാനൊരു ഫത്വ വായിക്കാം. ഫത്വ ലജ്നത്തുൽ ഇഫ്തായിൽ മിസ്രിയ, അവരോട് ചോദ്യം, മൽ വാജിബു അലൽ ഉമ്മത്തിൽ ഇസ്ലാമിയ, ഇസ്ലാമിക ഭരണകൂട മൽ വാജിബു അലൽ ഉമ്മത്തിൽ ഇസ്ലാമിയ, ഇസ്ലാമിക ഉമ്മത്തിന്റെ നിർബന്ധ ബാധ്യത എന്താണ്? ഇത്തിബാഹു ബിന്നിസ്ബതി ലിഈദിൽ അദ്ഹാ അൽ മുബാറക് വതഹദീദ യൗമി അറഫ ഫീ ഹാലത്തി ഇഖ്തിലാഫി ബഅദി ദുവൽ മഅൽ മംലകത്തുൽ അറബിയ്യത്തി സൗദിയ ഫീ തഹദീദി ദാലിക്കൽ യൗം. മംലകത്തുൽ അറബിയ്യത്തി സൗദിയയോട് മാസപ്പിറവി വിഷയത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ആളുകൾ ഉണ്ട് എങ്കിൽ ഈ ദിവസം നിശ്ചയിക്കുന്ന കാര്യത്തിൽ അവർ ആരുടെ കൂടെയാണ് പിൻപറ്റിക്കേണ്ടത്? സൗദി അറേബ്യയിൽ ഒരു ദിവസം മാസം കണ്ടു, അവിടെയാണ് ഹജ്ജും ഉംറയും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. എന്നാൽ അവരുടെ കാഴ്ചക്ക് വിരുദ്ധമായി വേറൊരു വിഭാഗം ആളുകൾ വേറൊരു ദിവസത്തിലാണ് മാസം കണ്ടതെങ്കിൽ ആ സമയത്ത് എന്താണ് മുസ്ലിം ഉമ്മത്തിന്റെ ബാധ്യത എന്നാണ് ചോദ്യം. വമാ ഹുക്മു മൻ ഖാലഫ ഇത്തിബാ അൽ മംലകത്തുൽ അറബിയ്യത്തി സൗദിയ, ഈ വിഷയത്തിൽ സൗദി അറേബ്യയുടെ മാസപ്പിറവിയെ അംഗീകരിക്കാതെ അതിനോട് വിയോജിപ്പ് കാണിക്കുന്നവരായ ആളുടെ വിധി എന്താണ്? ഫീ തഹദീദിഹാ ലിയൗമി അറഫാത്ത് വയൗമൽ ഈദ്, അതായത് യൗമുൽ ഈദ് പെരുന്നാൾ ദിവസവും യൗമ അറഫയും നിശ്ചയിക്കുന്ന വിഷയത്തിൽ സൗദി അറേബ്യയുടെ നിലപാടിനോട് വ്യത്യസ്തമായി വല്ലവനും ഒരു നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ അവന്റെ വിധി എന്താണ് എന്നാണ് ചോദ്യം. ഈ ചോദ്യവും ഉത്തരവും ഞാൻ വായിക്കുന്നത് വെറുതെയല്ല, അതിൽ നമ്മൾ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അൽ ജവാബ്,
അതിനുള്ള ഉത്തരം അൽ ഹുക്മു അന്ന തബിയൽ മംലകത്തുൽ അറബിയത്തി സൗദിയ തിബ്ഖൻ ലിമുഖററാത്തി മുഅ്തമർ ജിദ്ദ. ജിദ്ദ സമ്മേളനത്തിന്റെ തീരുമാനങ്ങൾക്ക് അനുയോജ്യമായി കൊണ്ട് സൗദി അറേബ്യയെയാണ് നാം പിൻപറ്റേണ്ടത്. വദാലിക ഇത്തിഹാദിൽ മുസ്ലിമീന ഫീ യൗമി അറഫ. അറഫ ദിവസത്തിൽ മുസ്ലിമീങ്ങൾക്ക് എല്ലാവർക്കും യോജിപ്പുണ്ടാകണമെങ്കിൽ അത് വേണം. എന്ത് വേണം? സൗദി അറേബ്യയിൽ എന്നാണോ മാസം കണ്ടത് ആ മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ യോജിക്കണം. വേറെയുള്ള മാസപ്പിറവികൾ നമ്മൾ അംഗീകരിക്കുവാൻ പാടില്ല. എന്നിട്ട് ഹംബലി മദ്ഹബിനെ ഉദ്ധരിക്കുകയാണ്. വലാ യളുറു ഇൻദ സാദത്തിൽ ഹനാബില. ഹംബലികളുടെ ഉന്നതന്മാരായ ആളുകൾക്കിടയിൽ ബുദ്ധിമുട്ടുള്ള സംഗതിയല്ല, പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമല്ല. അൽ ഖതൗ ഫീ യൗമി അറഫ. അറഫ ദിവസം മാറി തെറ്റായി അറഫ ആചരിക്കുക എന്ന് പറയുന്നതിൽ തെറ്റ് കാണുന്നില്ല. എന്താ കാരണം? ഖാല ഇബ്നു ഖുദാമ ഫിൽ മുഗ്നി. ഹംബലി മദ്ഹബിലെ വിഖ്യാത ആലിമായിട്ടുള്ള ഇബ്നു ഖുദാമ അദ്ദേഹത്തിന്റെ മുഗ്നി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ്? ഇദാ അഖ്ത അന്നാസു അൽ അദദ. ആളുകൾക്ക് എണ്ണത്തിൽ തെറ്റ് സംഭവിച്ചാൽ ഫവഖഫു ഫീ ഗൈരി ലൈലത്തി അറഫ. അറഫയുടെ രാത്രിയിൽ അല്ലാത്ത ദിവസത്തിലാണ് അവർ അവിടെ പോയി നിൽക്കുന്നതെങ്കിൽ അജ്സഅഹും ദാലിക. അവർക്കത് മതി. അറഫ ദിവസം ദുൽഹജ്ജ് 9 ആണ്. ദുൽഹജ്ജ് 9 തന്നെ അവർക്ക് നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ സമയം തെറ്റിപ്പോയി എന്നതിന്റെ പേർക്ക് അവർ ദോഷമില്ല. കാരണം മാസം കണ്ട ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആകാൻ ചാൻസ് ഉണ്ട്. യഥാർത്ഥത്തിൽ കണ്ട മാസത്തിന് വിരുദ്ധമായിട്ട് സംഭവിക്കാനിടയുണ്ട്. അങ്ങനെയൊക്കെ സംഭവിച്ചാൽ പ്രശ്നമല്ല. എന്താ കാരണം? ലിമാ റവാ അദ്ദാറഖുത്നി. ഇമാം ദാറഖുത്നി ഉദ്ധരിച്ച ഹദീസാണ് തെളിവ്. ബി ഇസ്നാദിഹി അൻ അബ്ദുൽ അസീസ് ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു ഖാലിദ് ഇബ്നു ഉസൈദ് ഖാല. അദ്ദേഹം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, യൗമ അറഫ. അറഫ ദിവസം എന്ന് പറഞ്ഞാൽ അൽ യൗമുൽ ലദീ യുഅരിഫുൻ നാസു ഫീ. ആളുകൾ അറഫ മൈതാനിയിൽ പോയി സമ്മേളിക്കുന്ന ദിവസത്തിലാകുന്നു യഥാർത്ഥത്തിൽ അറഫ. മനസ്സിലായില്ലേ? അപ്പൊ എന്നാണ് അറഫയായി ജനങ്ങൾ തെരഞ്ഞെടുക്കുന്നത്? ഭൂരിപക്ഷം ജനങ്ങൾക്ക് എന്നാണ് അത് മനസ്സിലായത്? സൗദി അറേബ്യയിൽ എന്നാണ് ഉറപ്പിക്കുന്നത്? ആ ഉറപ്പിക്കുന്നതിനനുസരിച്ച് എന്നാ ജനങ്ങൾ അവിടെ നിൽക്കുന്നത്, അന്നാണ് അറഫ. അതൊരു പക്ഷേ ദുൽഹജ്ജ് 8 ആണെങ്കിലും വിരോധമല്ല, ദുൽഹജ്ജ് 10 ആണെങ്കിലും വിരോധമല്ല. അങ്ങനെ മാസപ്പിറവി തെറ്റിയതിന്റെ അടിസ്ഥാനത്തിൽ അറഫയിലോ മറ്റോ തെറ്റ് സംഭവിച്ചു പോയാൽ അത് പ്രശ്നമില്ല എന്നതാണ് ഹംബലി പണ്ഡിതന്മാരുടെ നിലപാട്. ഇനി വൈദഖ്തലഫു, ആ വിഷയത്തിൽ ആ ദിവസത്തിന്റെ കാര്യത്തിൽ അവർക്ക് വ്യത്യാസം സംഭവിച്ചാലോ, ഇഖ്തിലാഫ് ഉണ്ടായാലോ, ഫഅസാബ ബഅ്ലുൻ, ചില ആൾക്കാർക്ക് ശരി സംഭവിച്ചു, വഅഖ്താ ബഅ്ലുൻ, വേറെ ചില ആൾക്കാർക്ക് തെറ്റ് സംഭവിച്ചു. വഖ്തൽ വുഖൂഫി, നിൽക്കേണ്ട സമയം, അറഫയിൽ നിൽക്കേണ്ട സമയത്തിൽ തെറ്റ് സംഭവിച്ചാൽ ലം യജ്സിഹിം, അങ്ങനെ തെറ്റ് സംഭവിച്ചവരായ ആളുകൾക്ക് അത് മതിയാവുകയില്ല. ലിഅന്നഹും ഗൈറു മഅദൂരീന ഫീ ഹാദാ, അവർ ഈ വിഷയത്തിൽ എന്താകൂല, ഒരു ഉദുറുള്ളവർ ആവുകയില്ല. കാരണം എന്താണ്? വറവാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻ, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിട്ടുണ്ട്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഫിത്റുക്കും യൗമ തുഫ്തിറൂൻ, നിങ്ങൾ നോമ്പ് മുറിക്കുന്ന ദിവസത്തിലാകുന്നു നോമ്പ് മുറിക്കേണ്ടത്. വഅളഹാക്കും യൗമ തുളഹൂൻ, നിങ്ങൾ പെരുന്നാൾ ആഘോഷിക്കുന്ന ദിവസത്തിലാകുന്നു പെരുന്നാൾ ആഘോഷിക്കേണ്ടത്. അപ്പൊ മനസ്സിലായില്ലേ? പെരുന്നാൾ ആഘോഷിക്കുക, പിന്നെ ഈദ് ആഘോഷിക്കുക, അറഫ ആചരിക്കുക എന്നൊക്കെ പറയുന്നത് എന്നാണോ ജനങ്ങൾ ആചരിക്കുന്നത് അന്നാണ് ചെയ്യേണ്ടത്. അതൊരു പക്ഷേ മാസപ്പിറവി തെറ്റായി കണ്ടതിന്റെ പേരിൽ ദിവസം മാറിക്കഴിഞ്ഞാലും അവിടെ അത് നിങ്ങൾക്ക് കുറ്റമില്ല, തെറ്റില്ല, അതിന്റെ പേരിൽ നിങ്ങൾ ഹജ്ജ് വീണ്ടും ആവർത്തിക്കേണ്ടതില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഹദീസ് പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുള്ളത്. അല്ലാതെ ജനങ്ങൾ നോമ്പ് നോൽക്കുന്ന ദിവസത്തിൽ നിങ്ങൾ നോമ്പെടുത്തോ, ജനങ്ങൾ നോമ്പ് മുറിക്കുന്ന ദിവസങ്ങൾ മുറിച്ചോ, നിങ്ങൾ വേറൊന്നും ആലോചിക്കേണ്ടതില്ല, ആകാശത്തിലേക്ക് നോക്കേണ്ടതില്ല, ചന്ദ്രപ്പിറവി കാണേണ്ടതുമില്ല, ഒന്നും നിങ്ങൾ ചെയ്യേണ്ടതില്ല എന്ന ആശയം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഈ സംഭവം പറഞ്ഞിട്ടുള്ളത്. ഇനി എത്ര ഉലമാക്കന്മാർ വേണം നിങ്ങൾക്ക്? 1ഉം 2ഉം അല്ല. അപ്പോ മാസപ്പിറവിയുടെ വിഷയത്തിൽ അബദ്ധമോ പിഴവോ സംഭവിച്ചുകൊണ്ട് ഉറപ്പിച്ചാലും ആ നാട്ടിലെ ഭരണാധികാരിയും ഖാദിയും എന്നാണോ അറഫയാക്കുന്നത്, എന്നാണോ ഈദുൽ അദ്ഹയാക്കുന്നത്, അന്ന് നിങ്ങൾ ഈദുൽ അദ്ഹയാക്കിയാൽ മതി. അതിനോട് നിങ്ങൾ ഭിന്നിക്കുവാൻ പാടില്ല. ഭരണാധികാരികൾ തെറ്റ് സംഭവിച്ചു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഭരണാധികാരികളോട് ഭിന്നിക്കുവാൻ പാടില്ല. അതാണ് ഞങ്ങൾ പറയണതേ. ഈ പറഞ്ഞ സംഗതി നിങ്ങൾ എങ്ങനെ കേരളത്തിലേക്ക് ബാധകമാക്കി എന്നതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. നിങ്ങൾ കേരളത്തിലേക്ക് ഈ വിഷയം കൊണ്ടുവന്നിട്ട് എന്താ ചെയ്യുന്നത്? കേരളക്കാരായ ആളുകൾക്ക് പ്രത്യേക മാസപ്പിറവിയുണ്ട്,
കേരളക്കാരായ ആൾക്കാർ പ്രത്യേകം കണ്ടെങ്കിൽ മാത്രമേ കേരളക്കാർക്ക് നോമ്പും പെരുന്നാളും ആവുകയുള്ളൂ എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇവിടെ കൊണ്ടുവരുന്നത്. എന്നിട്ട് ഇവിടുത്തെ പക്ക ഖുറാഫികളായ പേരും ശിർക്കിന്റെയും ബിദഅത്തിന്റെയും കുഫറിന്റെയും ആളുകളായ ഖാദിമാർ ഉറപ്പിച്ചാൽ അന്ന് നിങ്ങൾ പെരുന്നാൾ ആഘോഷിക്കണം, അന്ന് മുതൽ നിങ്ങൾ നോമ്പെടുക്കണം എന്ന് വ്യംഗ്യമായി ഇവിടെ സമർത്ഥിക്കുകയാണ് യഥാർത്ഥത്തിൽ യാസിർ മൗലവി ചെയ്യുന്നത്. നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ഇപ്പോൾ സംസാരിക്കുന്നത്? അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് വേണ്ടിയാണോ സംസാരിക്കുന്നത്, അതോ സംഘടനാവൽക്കരിക്കപ്പെട്ടിട്ടുള്ള സമുദായങ്ങൾക്ക് വേണ്ടിയാണോ നിങ്ങൾ സംസാരിക്കുന്നത്? ഞങ്ങൾക്കിപ്പോൾ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ഇൻഷാ അല്ലാഹ്